Welcome my dear students to your social science class. In our previous class, we finished our first chapter in geography, Sun the Ultimate Source. Today, we are just conclude our first chapter. We know our first topic, what is insolation. I think all of you understood what is insolation. What is insolation? The solar energy reaches the earth in the form of short wave. That is insolation. ഷോർട്ട് വേവിൽ സണ്ണിൻ്റെ അടുത്ത് നിന്ന് വരുന്ന സോളാർ എനർജിയെയാണ് നമ്മൾ എന്ത് എന്ന് വിളിച്ചത് ഇൻസുലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചു. വാട്ട് ആർ ദേ? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ദീസ് ആർ ദ 4 പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന 4 പ്രോസസ്സാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. വാട്ട് ഈസ് കണ്ടക്ഷൻ? Heat is transferred to the part of the atmosphere close to the hot surface of the earth. ആദ്യം നമ്മുടെ ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ എർത്ത് സർഫേസ് ആണ് എന്ത് ചെയ്യുക, ഹീറ്റ് ആവുക അല്ലേ. കാരണം സണ്ണിൻ്റെ അടുത്ത് നിന്ന് വരുന്ന എനർജി എർത്ത് സർഫേസിലേക്ക് വരുന്നത് ഷോർട്ട് വേവ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്, അങ്ങനെ എർത്ത് സർഫേസിൽ നിന്ന് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഓഫ് ദ അറ്റ്മോസ്ഫിയർ. എങ്ങോട്ടാണ്? അറ്റ്മോസ്ഫിയറിലേക്ക്. ക്ലോസ് ടു ദ ഹോട്ട് സർഫേസ്, ഈ എർത്ത് സർഫേസിനോട് ക്ലോസ് ആയിട്ടുള്ള സർഫേസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് പ്രോസസ് ഈസ് കൺവെക്ഷൻ. ഹീറ്റഡ് എയർ എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ്. കണ്ടക്ഷനിലൂടെ അറ്റ്മോസ്ഫിയറിലെത്തിയ എയർ അതെന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ദെൻ ദ തേർഡ് വൺ ഈസ് അഡ്വെക്ഷൻ. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ്. അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റിനെ ഹൊറിസോണ്ടലി എന്ത് ചെയ്യാണ്? ത്രൂ ദ വിൻഡിലൂടെ അത് ട്രാൻസ്ഫർ ചെയ്യാണ്. Then the fourth one is terrestrial radiation. Heat is transferred from the surface of the earth to the outer space in the form of long wave. ഇൻസുലേഷൻ്റെ സമയത്ത് ഷോർട്ട് വേവിലാണ് എർത്തിലേക്ക് എന്ത് വരുന്നത്? സൺറൈസ് വരുന്നത്, ഹീറ്റ് വരുന്നത്. ഇത് വരുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ ലോങ് വേവിൽ റിട്ടേൺ ചെയ്ത് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഔട്ടർ സ്പേസിലേക്ക് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്. അപ്പോൾ എവിടെ നിന്നാണ് എനർജി പോകുന്നത്? എർത്ത് സർഫേസിൽ നിന്ന്. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ. Today our important topic, what is heat budget. I think all of you understood what is heat budget. What is heat budget? The balance between insulation and terrestrial radiation is called heat budget. Okay, ഇൻസുലേഷനും അതുപോലെ തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷനും തമ്മിലുള്ള ആ ഒരു ബാലൻസിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഹീറ്റ് ബഡ്ജറ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഹീറ്റ് ബഡ്ജറ്റിലൂടെ നമ്മൾ സണ്ണിൻ്റെ അടുത്ത് നിന്ന് വരുന്ന എനർജിയെ ഒരു 100 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങോട്ട് വരുന്ന ഇൻസുലേഷൻ എനർജിയുടെ എമൗണ്ടിനെ ഒരു 100 യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതിലിങ്ങോട്ട് വരുന്ന സമയത്തിന് 35 യൂണിറ്റ് എങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും? അറ്റ്മോസ്ഫിയറിലേക്ക്. ദെൻ വീണ്ടും താഴോട്ട് പോരുമ്പോൾ ഒരു 14% ക്ലൗഡും ഡസ്റ്റ് പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. റിമൈനിങ് 51 യൂണിറ്റ് മാത്രമാണ് എവിടെ എത്തുന്നത്? എർത്ത് സർഫേസിലെത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഇത് കണ്ടോ, 100 യൂണിറ്റ് സണ്ണിൻ്റെ അടുത്ത് നിന്ന് പോന്നിട്ടുണ്ട്, പക്ഷേ എർത്ത് സർഫേസിലെത്തിയത് എത്ര യൂണിറ്റാണ്? 51 യൂണിറ്റാണ്. അതേസമയം 14 യൂണിറ്റ് എവിടെ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിലുണ്ട്. 35 യൂണിറ്റ് എവിടെ പോയിട്ടുണ്ട്? മുകളിലെത്തിയിട്ടുണ്ട് അല്ലേ, റിഫ്ലക്റ്റ് ചെയ്ത് പോയി. ദെൻ അങ്ങനെ ടെറസ്ട്രിയൽ റേഡിയേഷൻ നടക്കുമ്പോൾ എത്ര യൂണിറ്റ് ഉണ്ടാകുക? 51 യൂണിറ്റ്. അതിൽ 17 യൂണിറ്റ് ഡയറക്റ്റായിട്ട് എങ്ങോട്ട് പോകുന്നു? ഔട്ടർ സ്പേസിലേക്ക് പോകുന്നു. 51-ൽ 17 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാകും? 34 ഉണ്ടാകും. ആ 34 യൂണിറ്റിനെ ആരൊക്കെ അബ്സോർബ് ചെയ്യും? ക്ലൗഡും ഡസ്റ്റ് പാർട്ടിക്കിളും. You know what is temperature? The degree of hotness in the atmosphere is called temperature. What is temperature? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഹോട്ട്നെസിന്റെ ഡിഗ്രിയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. You know, 2 p.m. is the maximum temperature of a day. At the same time, minimum temperature of a day just before the sunrise. Temperature, we already discussed what is dynamic temperature and diurnal range of temperature. What is diurnal range of temperature? The difference between maximum and minimum temperature of a day is called diurnal range of temperature. ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഡ്യൂറേനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. Diurnal range of temperature equal to maximum temperature of a day minus minimum temperature of a day. Next one is, what is daily mean temperature? The average temperature of a day is called daily mean temperature. ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. How is it calculated? Maximum temperature of a day plus minimum temperature of the day divided by 2. That is the average temperature of a day. In this chapter, very important topic, what are the factors influence the distribution of temperature? We know first one is latitude.
First one is latitude. And what is the second one? Second one is the altitude. And the third one, nearness of ocean. The final one, wind. These four factors influence the distribution of the temperature. Then our important topic, water in the atmosphere. You know what is humidity? Water content in the atmosphere is called humidity. There is humidity, dew point, saturation level we are already discussing. Next our important topic, form of condensation. A different form of condensation, you know. Yes, first one is dew, then mist, fog, cloud. These are the different form of condensation. Here on the sheet, cloud can be divided into four. What are they? Cirrus cloud, stratus cloud, cumulus cloud, and nimbus cloud. Based on the altitude, cloud can be again divided into four. High cloud, medium cloud, low cloud, cloud with large vertical extent. Another important topic, what is precipitation? There are three different forms of precipitation. What? Rainfall, then hailstorm and snowfall. These are the three different forms of precipitation. Next, our final topic in this chapter, different form of rainfall. What are the three different forms of rainfall? You know. First one is orographic rainfall, then conventional rainfall, then last one is the border rainfall. These are the important topics we discussed in our last chapter. Students, I hope that all of you understood what are the things we talked about. So, let's wind up our class. Thank you.